ശരി. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഇന്നത്തെ ഭക്ഷണം ഞാൻ പറയാം. നല്ല ഓറലാണ്. കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി വേറെ നിങ്ങൾക്ക് പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതായത് ഇന്ന് നമുക്ക് ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ഒരു മാങ്ങ കൊണ്ടൊരു സാമ്പാർ, ചനച്ച മാങ്ങ കൊണ്ടൊരു സാമ്പാർ. ഇത് പരിപ്പ് വെന്ത് കഴിയുമ്പോൾ പരിപ്പിനകത്തേക്ക് ഒരു മുരിങ്ങക്കയും മാങ്ങയും കൂടെ പുളിയിട്ട് അതൊന്നുകൂടെ വേവിക്കുക. അതിനുശേഷം പുളിയൊന്നും വേണ്ട, സാമ്പാർ പൊടി ഇട്ടാൽ മതി. നല്ല സൂപ്പർ സാമ്പാറായിരിക്കും. പിന്നെ കടുക് വറക്കണമെങ്കിൽ വറക്കാം, ഇല്ലെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലയോ ഇട്ടാൽ മതി. രണ്ടാം മറി പാലക്കാട്ടുകാരുടെ സാക്ഷാൽ മുളക് വറുത്ത പുളി. ഇതും പുളി പിഴിഞ്ഞൊഴിച്ച് വളരെ നേർപ്പിച്ചെടുക്കണം പുളിവെള്ളം. എന്നിട്ട് അതിന് ഉപ്പും കായപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുളകൊന്നും വേണ്ട, നേർപ്പിക്കണം. പുളി എത്രയും നേർപ്പിക്കണം. വാളംപുളി പിഴിഞ്ഞ് നേർപ്പിച്ചെടുക്കണം ഉപ്പിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി മൂപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ രുചി കിടക്കുന്നത്. ഒരു പിടി ചെറിയുള്ളി, 2 വറ്റൽമുളകും കൂടെ നന്നായിട്ട് കടുക് പൊട്ടുമ്പോൾ, കടുക് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ കടുക് ഉലുവയിട്ട് പൊട്ടുമ്പോൾ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞിട്ട് 2 വറ്റൽമുളക് ഇട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു പിടി കറിവേപ്പില ഇട്ട് ഈ നന്നായിട്ട് തിളപ്പിക്കണം. ഈ പുളിവെള്ളം, പുളിക്കൊരു വേവുണ്ട്. നന്നായിട്ട് പുളിവെള്ളം തിളപ്പിക്കണം. പിഴിഞ്ഞ് നേർപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഉപ്പിട്ട പുളിവെള്ളം തിളപ്പിച്ചിട്ട് ഈ വറുത്ത സാധനങ്ങളൊക്കെ, വറുത്ത സാധനങ്ങളൊക്കെ, ആ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് പിന്നെ തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇതൊരു വാസനയും രുചിയായിരിക്കും എന്നറിയാം. പാലക്കാട്ടുകാരുടെ മാത്രമായിട്ടുള്ള മുളക് വറുത്ത പുളിയാണത്. അത് മതി ചോറുണ്ണാൻ. പിന്നെ നമ്മൾ ഒരു ഓലൻ, ഈ ഓലൻ്റെയൊക്കെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ കുട്ടികളേതാ. വെള്ളരിക്ക കൊണ്ടാണ് ഈ ഓലൻ. ഇതാ വെള്ളരിക്ക കൊണ്ട് ഉള്ള, നമ്മൾ മത്തങ്ങ കൊണ്ട് വയ്ക്കില്ലേ, അതേപോലെ തന്നെ വെള്ളരിക്ക കൊണ്ടുള്ള ഓലൻ. ഈ ഓലൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഒന്നും ഇടണ്ട, ഇട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേകണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് ഉടച്ചിട്ട്, മുളകൊന്നും വേറെ ചേർക്കണ്ട, അതിലേക്ക് ഒരു അരത്തൊടം തേങ്ങാപ്പാൽ ഒഴിക്കുക. പശുമ്പാൽ ഒഴിച്ചാലും മതി, പക്ഷേ കൂടുതൽ രുചി തേങ്ങാപ്പാലാണ്. കാരണം ഇത് പുളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പശുമ്പാൽ ഒഴിക്കുക. പക്ഷെ ഒരു അരമൂടി തേങ്ങാപ്പാലെടുത്ത് അതും ഇതിലേക്ക് ഒഴിച്ച് തിളയ്ക്കരുത്. കുറച്ച് ഒരു പിടി നല്ല ഫ്രഷ് കറിവേപ്പില ഊരിയിട്ട് ഒരല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ ഈ സുന്ദരമായ ഓലൻ റെഡി. സുന്ദരമായ ഓലൻ റെഡി. സൂപ്പർ. ഇത്രയുമാണ് ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ. അപ്പോൾ അത് നമുക്ക് ആദ്യം ചോറെടുക്കാം. ചോറിടുമ്പം തന്നെ പേടിയാണ്, ഷുഗറല്ലേ. ഇതാ കുറച്ച് മുളക് വറുത്ത പുളി ഒഴിച്ചു, കുറച്ച് മാങ്ങ കൊണ്ടുള്ള സാമ്പാർ എടുത്തു, ചനച്ച മാങ്ങ കൊണ്ടുള്ള സാമ്പാർ. ഇനി ഓലൻ എടുത്തു, ഓലൻ. ഇനി ഇഞ്ചിപ്പുളി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി.
ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി കറി വെച്ചു. പിന്നെ നമുക്ക് മുളക്, പച്ചമുളക് എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വിഭവങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ഞാൻ ഒരു ഡൈയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ 1.5 മാസം മുമ്പേ ചെയ്ത ഡൈ ആണ്. ഇതാ അപ്പം മെല്ലെ പോയി തുടങ്ങി. 1.5 മാസമായിട്ടും ഇത് പോയില്ല. ഇപ്പോഴാണ് ഇത് പോയത്. ഉറപ്പായിട്ടും 1 മാസം നിൽക്കും. ഒരു ചിലവുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം. എന്താണെന്നറിയോ? കൊപ്ര തേങ്ങ ഇല്ലേ? കൊപ്ര ഇല്ലെങ്കിൽ ഉണക്ക തേങ്ങ ആയാലും മതി. കൊപ്ര ഉണ്ടെങ്കിൽ കൊപ്ര എടുക്കുക. ആ കൊപ്ര അടത്തിയെടുത്ത് അടുപ്പിലിട്ട് നന്നായിട്ട് കരിയാൻ അനുവദിക്കുക. ഇനി അടുപ്പില്ലാത്തവരാണെങ്കിൽ തീ കത്തിക്കുന്ന വിറകടുപ്പില്ലാത്തവർക്ക് വിറകടുപ്പിലിട്ട് നന്നായിട്ട് കരിച്ചെടുക്കണം. വിറകടുപ്പില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇരുമ്പ് ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കരിയാക്കണം. കറുപ്പ് നിറമാകണം. ഇങ്ങനെ നന്നായിട്ട്. എന്നിട്ട് അതിനെ നമ്മൾ അടുപ്പിലിട്ട് ചുട്ടെടുത്തായാലും ശരി, ചീനിച്ചട്ടിയിലിട്ട് പിന്നെ വറുത്തെടുത്തായാലും ശരി, ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം. മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അതിന് അലിയാൻ പാകത്തിനുള്ള ചായവെള്ളം, ഈ ചായവെള്ളം അതിലേക്ക് തിളപ്പിച്ച് കുറുക്കിയ ചായവെള്ളം അതിലേക്ക് ഒഴിച്ച് ഈ പിന്നെ കരിച്ചെടുത്ത് പൊടിച്ച തേങ്ങയില്ലേ, ആ തേങ്ങയെ ഈ ചായവെള്ളത്തിലേക്ക് പേസ്റ്റ് പോലെ ആക്കുക. എന്നിട്ട് ബ്രഷ് കൊണ്ട് നിങ്ങളിത് കലക്കുന്നതും ഒക്കെ ബ്രഷ് കൊണ്ടേ ചെയ്യാവൂ. കാരണം ചിലരൊക്കെ കാണാൻ ചില ഡൈ ആണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കയ്യേൽ ഇങ്ങനെ തുത്ത് തലയിൽ വയ്ക്കുന്നു. ഒരു ഡൈയും കയ്യെ തൊട്ടാൽ അത് കയ്യേന്ന് പോകില്ല. തലയിൽ പിടിക്കുന്നതാണെങ്കിൽ അത് കയ്യേന്ന് പോകില്ല. ഇത് പലരും കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് കൈ ഇങ്ങനെ കാണിക്കണം. കയ്യിൽ ഒരു ശകലം പിടിക്കില്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇത്തിരി ഇങ്ങനെ എടുത്ത് കയ്യിലൊന്നാക്കുക, ആ കയ്യെന്ന് അത് പോവുകയില്ല. ഞാനിത് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇവിടെ ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടി ഞാൻ തേങ്ങ ചുട്ടു. അപ്പോൾ ഒരു കഷ്ണം കരിഞ്ഞു പോയി. അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നാക്കി. അത് കയ്യെ പിടിച്ചിട്ട് അത് പോകുന്നേയില്ല. സോപ്പിട്ട് തേച്ച് കഴുകിയിട്ട് പോലും അത് പോയില്ല കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് രാസവസ്തുക്കൾ, കെമിക്കലൊന്നും അല്ല, നമ്മുടെ വീട്ടിലുള്ള നാളികേരത്തിൻ്റെ കരിയല്ലേ. അപ്പോൾ ഇതെന്തുകൊണ്ട് തലയിൽ തേച്ചുകൂടാ? അങ്ങനെയാണ് ഞാൻ ഈ ഡൈ കണ്ടുപിടിച്ചത്. ഞാനതങ്ങനെ ചെയ്തു നോക്കിയിട്ട് കുട്ടികളെ ഇതിപ്പോൾ 1.5 മാസമായത്. ഇപ്പോഴാണിത് ഇവിടെയൊക്കെ എത്തി തെളിയാൻ തുടങ്ങിയത്. 1 മാസം വരെ ഒട്ടും ആ കറുപ്പ് പോയില്ല. അപ്പോൾ അത് ബ്രഷ് കൊണ്ട് തന്നെ നിങ്ങൾ തേക്കണം. പല്ല് തേക്കുന്ന ബ്രഷായാലും മതി, അല്ലെങ്കിൽ ഡൈ ചെയ്യുന്ന ബ്രഷായാലും മതി. ആ ബ്രഷ് കൊണ്ട് നിങ്ങൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 3/4 മണിക്കൂർ വെച്ചിട്ട് അത് കഴുകിക്കളയുക. കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയല്ലേ, ഉണക്കത്തേങ്ങയല്ലേ. ഒരു 1 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മളത് കഴുകിക്കളയും. ഒന്നും ഇടണ്ട, സോപ്പ് ഇടണ്ട, കടലമാവും വേണ്ട, പയറുപൊടി ഒന്നും വേണ്ട. വെറുതെ കഴുകിക്കളയുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. 1 മാസത്തിലധികം നല്ല കറുപ്പായിട്ടിരിക്കും. ഇങ്ങനൊരു ഡൈ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇത്. അപ്പോൾ എൻ്റെ ഒരു പരീക്ഷണമായത്. അപ്പോൾ ഇങ്ങനെ ഡൈയും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. നല്ലൊരു ഹെയർ ഡൈ ആണത്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ.